Dear students, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് 2 പ്രോബ്ലംസ് കൂടിയുണ്ട്, അതിലേക്ക് കടക്കുകയാണ്. അതോടുകൂടി നമ്മുടെ ചാപ്റ്റർ അവസാനിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഒരു പാറ്റേൺ തന്നിരിക്കുകയാണ്. 1 2 3 4 5 6 7 8 9 10 ബ്ലാങ്ക് ആക്കി വിട്ടിരിക്കുകയാണ്. റൈറ്റ് നെക്സ്റ്റ് 2 ലൈൻസ് ഓഫ് ദി പാറ്റേൺ എബവ്. ഈ 2 ലൈൻസും കൂടെ എന്ത് ചെയ്യണം, എഴുതണം. രണ്ടാമത് റൈറ്റ് ദി ഫസ്റ്റ് ആൻഡ് ദി ലാസ്റ്റ് നമ്പേഴ്സ് ഓഫ് ദി 10th ലൈൻ. നമ്മളിങ്ങനെ വരയ്ക്കുമല്ലോ, എഴുതി വരുന്ന സമയത്ത് 10th ലൈൻ, ആ 10th ലൈനിൻ്റെ ഫസ്റ്റ് നമ്പറും കണ്ടുപിടിക്കണം, ലാസ്റ്റ് നമ്പറും കണ്ടുപിടിക്കണം. ദെൻ ഫൈൻഡ് ദി സം ഓഫ് ഓൾ ദി നമ്പേഴ്സ് ഇൻ ദി ഫസ്റ്റ് 10 ലൈൻസ്. ഇതിൽ ഈ ഫസ്റ്റ് 10 ലൈൻസിൻ്റെ എന്ന് വെച്ചാൽ 10 ലൈൻ വരെയാണല്ലോ ഇവിടെ ആവശ്യം. അതിൻ്റെ എന്ത് കണ്ടുപിടിക്കാനാണ്, തുക കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരിക. അതിൻ്റെ ആൻസർ 1 അല്ലേ? ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഈ പാറ്റേൺ എന്താണ്. 1 ആഡ് ചെയ്ത് വന്നിരിക്കുക. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ എന്തായിരിക്കും, 11 12 13 14 15 അല്ലേ? പിന്നെ എന്തായിരിക്കും ഇവിടെ 16 17 18 19 20 21 ഇതായിരിക്കും. ഓക്കെ, അത് നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. സോ അതിൻ്റെ ആൻസറാണ് ഇത്. ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസറാണ്. റൈറ്റ് നെക്സ്റ്റ് 2 ലൈൻസ് ഓഫ് ദി പാറ്റേൺ എബവ്. ഒന്ന് ആഡ് ചെയ്ത് നമ്മൾ എഴുതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പേഴ്സ് ഓഫ് ദി 10th ലൈൻ. 10th ലൈനിൻ്റെ ഫസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം, ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ എഴുതി കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, അതല്ലാതെ നമുക്ക് വേറെ മെത്തേഡ് നോക്കാം. ഇവിടെ നോക്ക്, നമ്മൾ ഇതിനെ ഒരു പ്രത്യേക രൂപത്തിൽ എഴുതുകയാണ്. ഈ പാറ്റേൺ എങ്ങനെ അറിയാം, ഫസ്റ്റ് ടേം ഓഫ് ഫസ്റ്റ് ലൈൻ, അടുത്തെന്താണ്, സെക്കൻഡ് ടേം ഓഫ് സെക്കൻഡ് ലൈൻ അല്ലേ, അതല്ലേ 3. അടുത്ത് തേർഡ് ടേം ഓഫ് തേർഡ് ലൈൻ. ഇങ്ങനെ എഴുതാം അല്ലേ നമുക്ക്. ഫോർത്ത് ടേം ഓഫ് ഫോർത്ത് ലൈൻ ഇങ്ങനെ എഴുതാം അല്ലേ. ഈ നമ്പർ എന്താണ്, ഫസ്റ്റ് ടേം ഓഫ് ഫസ്റ്റ് ലൈൻ. ഇതേതാണ്, സെക്കൻഡ് ടേം ഓഫ് സെക്കൻഡ് ലൈൻ. ഈ നമ്പറോ, തേർഡ് ടേം ഓഫ് തേർഡ് ലൈൻ, ഫോർത്ത് ടേം ഓഫ് ഫോർത്ത് ലൈൻ, ഫിഫ്ത്ത് ടേം ഓഫ് ഫിഫ്ത്ത് ലൈൻ, സിക്സ്ത് ടേം ഓഫ് സിക്സ്ത് ലൈൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാറിയോ, 9th ടേം ഓഫ് 9th ലൈൻ ഞാൻ കണ്ടുപിടിക്കാൻ പോകും. നമ്മളിവിടെ 10th ആണ് പറഞ്ഞിരിക്കുന്നത്, 10th ഫസ്റ്റ് ടേം ആണ്. അപ്പോൾ 9th കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതിയല്ലോ. സോ 9th ടേമിൻ്റെ 9th ലൈനിൻ്റെ 9th ടേം ഞാൻ കണ്ടുപിടിക്കാൻ പോകും. അപ്പോൾ ആദ്യം അതിന് നമുക്ക് നമ്പർ ഓഫ് ടേംസ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. നമ്പർ ഓഫ് ടേംസ് എത്ര ഉണ്ടായിരിക്കും, 1 + 2 + 3 + എക്സെട്ര പ്ലസ് എന്തായിരിക്കും, 9 ആയിരിക്കും അല്ലേ. സോ ഇതിന്റെ സം എങ്ങനെ കണ്ടുപിടിക്കും, n × n + 1/2. സോ 9 × 9 + 1/2. സോ 9 × 10/2 അല്ലേ. അപ്പോൾ ഇത് എത്ര പ്രാവശ്യം, 5 ടൈംസ്. സോ 9 5 45. അപ്പോൾ ഈ 9 ലൈൻസിൽ എത്ര, അതായത് ലാസ്റ്റ് ടേം ഓഫ് 9th ലൈൻ, ലാസ്റ്റ് ടേം ഓഫ് 9th ലൈനിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്, 45 നമ്പേഴ്സ് ഉണ്ട്. ഇത് മുതൽ 9th ടേം ഓഫ് 9th ലൈൻ, 9ാമത്തെ വരിയിലെ അവസാന നമ്പർ ഉണ്ടല്ലോ,
അതുവരെയുള്ള നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 45 എണ്ണം ഉണ്ട്. കാരണം ഇത് എത്രയാണ്? 1 2 3 4 5 ഇങ്ങനെ നമ്മൾ എണ്ണി അല്ലേ? 9 എണ്ണമല്ലേ ഉള്ളത് അല്ലേ? അപ്പോൾ അതിൻ്റെ എന്താണ് ടോട്ടൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 45 ആണ്. ഓക്കെ, അതായത് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 അങ്ങനെ പോയി 9th ലൈനിലെ ലാസ്റ്റ് നമ്പർ വരെയുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 45 നമ്പേഴ്സ് ആണ് അല്ലേ? സോ 9th term of 9th line എന്തായിരിക്കും? 45th ടേം അല്ലേ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സോ 45th ടേം കണ്ടുപിടിക്കുക പറഞ്ഞാൽ dn പ്ലസ് എഫ് മൈനസ് ഡി ആണ്. അതിന് ആൻസർ 45 തന്നെ ആയിരിക്കും, കാരണം അവിടെ 1 2 3 ആയതുകൊണ്ട്. ബട്ട് എന്നാലും നമുക്ക് നമ്പേഴ്സ് മാറ്റി തന്നു കഴിഞ്ഞാൽ പാറ്റേൺ വേറെ തന്നു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എഴുതിയിരിക്കും. സോ വാട്ട് ഈസ് ഡി? ഇവിടെ ഡി എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. കോമൺ ഡിഫറൻസ് 1 ആണ്. n എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 45 ആണ്. ഫസ്റ്റ് ടൈം ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ആ വാല്യൂ കൊടുത്തോ. ഡി പറഞ്ഞത് എത്രയാണ്? 1 ഇൻറ്റു 45 പ്ലസ് എഫ് എന്താണ്? ഫസ്റ്റ് ടേം 1 മൈനസ് കോമൺ ഡിഫറൻസ് ഈസ് 1. നോക്കുക, 1 ഇൻറ്റു 45 45 പ്ലസ് 1 മൈനസ് 1 0. ദാറ്റ്സ് ഈക്വൽ ടു 45 തന്നെയാണ്. 45th ടേം ഈസ് 45 തന്നെയാണ്. അത് ഈ കേസിൽ ഇങ്ങനെ തന്നെ വരുള്ളൂ. ബട്ട് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 4 6 8 എന്നുള്ള പാറ്റേൺ തന്നു കഴിഞ്ഞാൽ ആ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ ഈ മെത്തേഡിൽ തന്നെ എന്ത് ചെയ്യണം? ചെയ്യണം. ഓക്കെ, അപ്പോൾ 9th ലൈനിൻ്റെ 9th നമ്പർ എത്രയാണ്? 45 ആണ് അല്ലേ? സോ ഇവിടെ ഫസ്റ്റ് ടേം ഓഫ് 10th ലൈൻ എന്തായിരിക്കും? 9ാമത്തെ വരിയുടെ 9ാമത്തെ സംഖ്യ 45. 9 കഴിഞ്ഞാൽ 10 അല്ലേ വരിക അല്ലേ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ പോലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 45 പ്ലസ് കോമൺ ഡിഫറൻസ് എത്രയാണ്? 1 അല്ലേ? 1. ദാറ്റ് ഈസ് ഈക്വൽ എത്ര കിട്ടും? 46 കിട്ടും. ഓക്കെ, അപ്പോൾ 10th ടേമിലെ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 46 ആണ്. ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? റൈറ്റ് ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം ഓഫ് ദി 10th ലൈൻ ആണ്. ഫസ്റ്റ് 10th ലൈൻ്റെ ഇതിങ്ങനെ വന്ന് 10th ലൈനിൻ്റെ എന്താണ്? ഫസ്റ്റ് നമ്പറാണ് എന്ത് കിട്ടിയത്? 46 കിട്ടിയത്. ഇനി അത് അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇവിടെ നമുക്ക് 10th ടേമിൻ്റെ 10th ലൈനിൻ്റെ 10th ടേം അല്ലേ ഈ വരിക? ഫസ്റ്റ് ലൈനിൻ്റെ ഫസ്റ്റ് ടേം, സെക്കൻഡ് ലൈനിൻ്റെ സെക്കൻഡ് ടേം, തേർഡ് ലൈനിൻ്റെ തേർഡ് ടേം. സോ 10th ലൈനിൻ്റെ 10th ടേം അല്ലേ? സോ നമുക്ക് ഇവിടെ 10th ടേം കണ്ടുപിടിച്ചാൽ പോരെ? സോ 10th ടേം ഓഫ് 10th ലൈൻ ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി എൻ എ ആണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡി 1 ആണ്. n ഈക്വൽ ടു ഇവിടെ എന്ത് വരും? 10 വരും. ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്ത് വരും? 46 വരും. മനസ്സിലായില്ലേ? നമ്മൾ ഇതേ 10th ടേം ആണ് കാണുന്നത്. സോ ഫസ്റ്റ് ടേം ഈസ് 46. ബാക്കി കോമൺ ഡിഫറൻസ് ഒക്കെ സെയിം ആണ്. n എന്ന് പറയുന്നത് 10th. കാരണം ഇവിടുന്ന് 10ാമത്തെ പദം കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ്സ് ഈക്വൽ ടു dn. അപ്പോൾ 1 ഇൻറ്റു 10 പ്ലസ് ഫസ്റ്റ് ടേം എത്രയാണ്? 46 മൈനസ് d ഈസ് 1. സോ 1 ഇൻറ്റു 10 1 പ്ലസ് 46 മൈനസ് 1 എത്രയാണ്? 10. 1 ഇൻറ്റു 10 10 പ്ലസ് 46 മൈനസ് 1 45. അപ്പോൾ എത്ര കിട്ടും? 55. അപ്പോൾ 10th ലൈനിൻ്റെ ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 55 ആണ്. റൈറ്റ് ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പേഴ്സ് ഓഫ് ദി 10th ലൈൻ. സോ ഫസ്റ്റ് നമ്പർ ഈസ് 46 ആൻഡ് ലാസ്റ്റ് നമ്പർ ഈസ് 55. നിങ്ങൾ കൈകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾക്ക് ഇത് തന്നെയായിരിക്കും ആൻസർ വരിക. ഓക്കെ, ഇതുവരെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എല്ലാം മനസ്സിലായല്ലോ. ഫസ്റ്റ് ലൈനിൻ്റെ ഫസ്റ്റ് ടേം, സെക്കൻഡ് ലൈനിൻ്റെ സെക്കൻഡ് ടേം, തേർഡ് ലൈനിൻ്റെ തേർഡ് ടേം, ഫോർത്ത് ലൈനിൻ്റെ ഫോർത്ത് ടേം, ഫിഫ്ത്ത് ലൈനിൻ്റെ ഫിഫ്ത്ത് ടേം. അങ്ങനെ വരുമ്പോൾ നയൻത്ത് ലൈനിൻ്റെ നയൻത്ത് ടേം നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. അതിനപ്പോൾ എന്ത് വേണം, ആദ്യം എത്ര എണ്ണം എന്ന് വേണം. ആ എണ്ണം എത്രയാണ്, ഇവിടെ മുതൽ 1 മുതൽ 9 വരെ ഉള്ളതല്ലേ, അത് ആഡ് ചെയ്യുക. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാണുന്ന ഫോമിൽ n × n+1/2. അപ്പോൾ എന്ത് കിട്ടി, 45 കിട്ടി. ദെൻ നയൻത്ത് ടേം ഓഫ് നയൻത്ത് ലൈൻ, അതാണ് എത്ര, 45 കിട്ടിയത്. അതിലൂടെ 1 ആഡ് ചെയ്യുമ്പോൾ എന്തായി, 46 ആയി. അത് എവിടെ കയറി, 10ാം ലൈനിൽ കയറി. 9ാം ലൈനിലെ ലാസ്റ്റ് നമ്പർ, അത് കഴിഞ്ഞ് അടുത്തത് 10ാം ലൈനിലെ ഫസ്റ്റ് നമ്പർ അല്ലേ, സോ 46. അപ്പോൾ നമ്മൾ ഇനി ഇത് മാത്രം കൺസിഡർ ചെയ്യുക. ഇത് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്, ഇതിൻ്റെ 10th ടേം കണ്ടുപിടിക്കണം. 10th ടേം ഓഫ് 10th ലൈൻ. സോ എന്താണ്, dn + f - d. ഇവിടെ d പറയുന്നത് 1 തന്നെയാണ്, പക്ഷേ ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്, 10 ആണ്. പ്ലസ് ഇതിൻ്റെ ഫസ്റ്റ് ടേം എന്തായിരിക്കും, 46 ആണ്. 46 - 1 = 55. ഇനി അടുത്തതിലേക്ക് കടക്കാം. മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടല്ലോ. അടുത്തത് ഇതിന്റെ എല്ലാത്തിന്റെയും സമ്മ് കാണാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദി സം ഓഫ് ഓൾ നമ്പേഴ്സ് ഇൻ ദി ഫസ്റ്റ് 10 ലൈൻസ്. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് കണ്ടില്ലേ, 46 തൊട്ട് 55 വരെയുള്ള ഇത് 10th ലൈനാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത്, എയ്ത്ത്, നയൻത്ത്, 10th ആണ്. ഇത് 10th ലൈനാണ്. ഞാൻ ഇടയിൽ എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. 10th ലൈനാണ്. ഇതിന്റെ എല്ലാത്തിനും കൂടെ എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, സമ്മ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ സമ്മ് കാണാനുള്ള ഫോർമുലയാണ് എന്ത്, n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. നമുക്കറിയാം ഇതിലിപ്പോൾ n കണ്ടുപിടിക്കാൻ വേറെ ഇപ്പോൾ 1 ആഡ് ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്ക് n വേറെ രീതിയിലൊന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഫോർമുല ഒന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. 1 2 3 4 5 6 7 8 9 10 11 12 അങ്ങനെ പോയി 55 എണ്ണമാണ്. സോ ഇവിടെ n എത്രയാണ്, 55 തന്നെയാണ് അല്ലേ. സോ n/2 55/2 ഇൻറ്റു ഫസ്റ്റ് ടേം എത്രയാണ്, 1 പ്ലസ് ലാസ്റ്റ് ടേം എത്രയാണ്, 55. സോ 55/2 ഇൻറ്റു 55 1 56. 2 2 ടൈംസ് 2 4 ബാക്കി 1 16 n2 16. അപ്പോൾ 55 ഇൻറ്റു 28 എന്ന് വരും. 55 ഇൻറ്റു 28, 2 5 40 0 ബാക്കി 4, 2 5 40 4 44, I2 10 0 ബാക്കി 1, I2 10 1 11, 0 4 4 1 5. സോ ആൻസർ ഈസ് 1540 എന്ന് കിട്ടും. അപ്പോൾ ഈ പാറ്റേണിൻ്റെ 10th ടേം വരെയുള്ള സം എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1540 ആയിരിക്കും. നമ്മൾ സമ്മിൻ്റെ ഫോർമുല നമുക്കറിയാമല്ലോ, അത് വെച്ച് ചെയ്തതെന്ന് മാത്രം. ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കട്ടെ. ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് റീപ്ലൈ ചെയ്ത് 2-3 തവണ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡൗട്ട്സ് ക്ലിയർ ആവും. ഓക്കെ, അടുത്ത പ്രോബ്ലം, ലാസ്റ്റ് പ്രോബ്ലം ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് പ്രോബ്ലം. ഒരു പാറ്റേൺ ഇവിടെ തന്നിരിക്കുന്നു. 4 7 10 13 16 19 22 25 28 31. Write next 2 lines in the lines of the pattern above. ഇതിന് എന്ത് കണ്ടുപിടിക്കണം, 2 ലൈൻസും കൂടെ എന്താണ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. കാൽക്കുലേറ്റ് ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം ഓഫ് 20th ലൈൻ. ഇങ്ങനെ പോകുമ്പോൾ 20ാമത്തെ പദമുണ്ട്, ആ 20ാമത്തെ ലൈൻ ഉണ്ട്. ആ 20ാമത്തെ ലൈനിൽ ഫസ്റ്റ് ടേം എഴുതണം, ലാസ്റ്റ് ടേം എഴുതണം. 20ാമത്തെ വരിയിൽ ആദ്യ പദം എഴുതണം, അവസാന പദം എഴുതണം. അപ്പോൾ ഇതിനൊരു പ്രത്യേകത, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഒന്നാമത്തെ പാർട്ടിൻ്റെ ആൻസർ നോക്ക്. കോമൺ ഡിഫറൻസ് 3 അല്ലേ, നോക്കൂ. 4 3 7, 7 3 10, 13 16 19, 19 3 22, 22 3 25, 28, 28 3 31. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ലൈൻ എന്തായിരിക്കും, 34,
37, 40, 43, 46. അടുത്ത ലൈൻ എന്തായിരിക്കും? 47, 3, 49, 52, 55, 58, 61, 64. ഇതായിരിക്കും ആൻസർ. അടുത്ത 2 ലൈൻ. കാരണം എന്താണ്? 3 കോമൺ ഡിഫറൻസ്. അത് 3 കൂട്ടി കൂട്ടി എഴുതിയാണ്. ഒന്നാമത്തെ ആൻസർ കഴിഞ്ഞു. ഒന്നാമത്തെ പാർട്ടിന്റെ ആൻസർ കഴിഞ്ഞു. 2, കാൽക്കുലേറ്റ് ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം ഓഫ് ദി 20th ലൈൻ. 20th ലൈനിന്റെ ഫസ്റ്റും ലാസ്റ്റും കണ്ടുപിടിക്കും. അപ്പൊ ഇവിടെ നോക്കും നമ്മൾ ഫസ്റ്റ് ടേം ഓഫ് ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ടേം ഓഫ് സെക്കൻഡ് ലൈൻ, തേർഡ് ടേം ഓഫ് തേർഡ് ലൈൻ. അങ്ങനെയല്ലേ ഇപ്പോൾ നോക്കുക ഈ നമ്പേഴ്സിനെ അങ്ങനെ പോകും അല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ 20th ലൈൻ ആവില്ലേ അല്ലേ? അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. 20th ലൈനാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ നമുക്ക് 20th ലൈൻ കിട്ടും. ഞാനിവിടെ 19th ടേം എക്സെട്രാ 19th ടേം ഓഫ് 19th ലൈൻ കാണാൻ പോകും ആദ്യം. അതായത് 19th ലൈനിന്റെ ലാസ്റ്റ് നമ്പർ ആയിരിക്കുമല്ലോ 19th ടേം എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ. അപ്പോ എനിക്ക് ആദ്യം n വേണം. n പറഞ്ഞാൽ എത്ര ടേം ഉണ്ടാവും, ഇവിടെ തൊട്ട് ഇതുവരെ എത്ര ടേംസ് ഉണ്ടാവും. അപ്പോൾ നമ്പർ ഓഫ് നമ്പേഴ്സ് മനസ്സിലായില്ലേ? 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ 19th ലൈനിലെ 19th നമ്പർ വരെ എത്ര നമ്പേഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം. 1 + 2 + 3 + എക്സെട്രാ പ്ലസ് എത്രയാണ്? 19 അല്ലേ? അപ്പോൾ ഇതിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? സം = n × n + 1/2. സോ n എത്രയായിരിക്കും? 19 തന്നെയല്ലേ? 19 × 19 + 1/2. അപ്പൊ എത്രയാണ്? 19 × 19 20 അല്ലേ? 20/2 കട്ടായി 10 ടൈംസ്. അപ്പൊ 19 × 10 എത്ര? 190 ടേംസ് ഉണ്ടാവും. 190 എണ്ണം, 190 നമ്പേഴ്സ് ഉണ്ടാവും. അതായത് ഈ ഫസ്റ്റ് ടേം മുതൽ 19th ലൈനിന്റെ 19th നമ്പർ ലാസ്റ്റ് ടേം വരെ എത്ര ഉണ്ട്? 190 ഉണ്ട്. സോ 119th ടേം കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. dn + f - d. സോ ഇവിടെ d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് 4, 3 അല്ലേ? 4, 3, 7, 3. ഫസ്റ്റ് ടേം എത്രയാണ്? 4 ആണ്. n എന്ന് പറയുന്നത് 190. ഇതാ ഇവിടെ ഉണ്ട്. = dn 3 × 190 + f - d. f is 4 അല്ലേ? 4 - d is 3. അപ്പോൾ 9, 3, 27, 7 ബാക്കി 2, 1, 3, 3, 4, 5 570 പ്ലസ് 4 3 പോയാൽ 1. സോ 571 ആണ് എന്ത് വരിക? ആൻസർ വരിക. 190th ടേം ഇങ്ങനെ വന്ന് 20th ലൈൻ ഉണ്ടല്ലോ, സോറി 19th ലൈനിന്റെ ലാസ്റ്റ് നമ്പർ എത്രയാണ്? 571 ആണ്. 19th ലൈൻ കഴിഞ്ഞിട്ടാണ് 20th ലൈൻ. 19th നമ്പറിന് ലാസ്റ്റ് ടേം എത്ര കിട്ടി? 571 കിട്ടി. സോ അതിന് നമുക്ക് ഫസ്റ്റ് ടേം ഓഫ്
ഫസ്റ്റ് ടേം ഓഫ് 20th ലൈൻ കണ്ടുപിടിച്ചൂടെ? അതിന് ഇതിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ പോരെ. 571 പ്ലസ് 3 ഇപ്പൊ എത്ര കിട്ടും? 574 എന്ന് കിട്ടും. അപ്പോൾ 20th ടേമിന്റെ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 574 ആണ്. 574 എന്ന് വിചാരിക്കാം. 20th ലൈൻ ആട്ടോ ഇത് 19th ലൈനാണ്. മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്ന സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. 19th ലൈൻ. ഇതിൻ്റെ ഇടയിൽ വേറെ ലൈൻസ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ, ഫോർത്ത് ലൈൻ, ഫിഫ്ത്ത് ലൈൻ, സിക്സ്ത് ലൈൻ വരേക്ക് 6th ലൈനേ ആയിട്ടുള്ളൂ. ദെൻ അതിൻ്റെ ഇടയിൽ കുറേ ലൈൻസ് ഉണ്ട്. ദെൻ 19th ലൈൻ, 20th ലൈൻ, അങ്ങനെയാണല്ലോ. സോ 20th ലൈനിലെ ഫസ്റ്റ് നമ്പറാണ് 574. ഇനി ലാസ്റ്റ് നമ്പറല്ലേ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 20th ലൈനിലെ 20th നമ്പർ കണ്ടുപിടിക്കണം അല്ലേ? അതായത് യെസ്, 20th ടേം ഓഫ് 20th ലൈൻ. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ നിന്ന് 20th ടേം കണ്ടുപിടിച്ചാൽ പോരെ. ഇവിടെ നിന്ന് 20th ടേം കണ്ടുപിടിക്കുക അല്ലേ? സോ 20th ടേം എന്തായിരിക്കും? dn പ്ലസ് എഫ് മൈനസ് ഡി. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 3 തന്നെയാണ്. പക്ഷേ n എന്ന് പറയുന്നത് എത്ര വരും ഇവിടെ? 20th. കാരണം ഇവിടെ തൊട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 20th ടേമിന്റെ ഫസ്റ്റ് നമ്പർ കിട്ടിക്കഴിഞ്ഞു. 20th ലൈനിന്റെ ഫസ്റ്റ് നമ്പർ കിട്ടിക്കഴിഞ്ഞു. ഇനി 20th ടേം കണ്ടുപിടിച്ചാൽ മതി. സോ n ഈക്വൽ ടു അവിടെ എന്ത് വരും? 20 വരും. ബാക്കി ഫസ്റ്റ് ടേം ഒക്കെ എന്താണ്? ഓക്കെ, ഫസ്റ്റ് ടേം എന്ത് വരും ഇവിടെ? 574 വരും. കാരണം ഇതല്ലേ ഫസ്റ്റ് ടേം. നമ്മൾ ഇത് മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. ഇറ്റ്സ് ഈക്വൽ ടു dn 3 into 20 പ്ലസ് what is f 574 മൈനസ് d is 3. അപ്പോൾ 3 2 6 60 പ്ലസ് 574 മൈനസ് 3 അപ്പോൾ എത്ര കിട്ടും? 571 കിട്ടും. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 1 13 3 ബാക്കി 1 5 1 631 ആയിരിക്കും 20th ടേമിന്റെ 20th ലൈനിന്റെ ലാസ്റ്റ് നമ്പർ. അതായത് കാൽക്കുലേറ്റ് ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം ഓഫ് 20th ലൈൻ. 20th ലൈനിന്റെ ഫസ്റ്റ് നമ്പറാണ് 574. 20th ടേമിന്റെ ലാസ്റ്റ് നമ്പറാണ് 631. നമ്മൾ നേരത്തെ ചെയ്ത പാറ്റേണിലെ അതേ കണക്ക് തന്നെയാണ്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. അടുത്ത 2 ലൈൻസ് എഴുതാൻ പറഞ്ഞു. കോമൺ ഡിഫറൻസ് 3 ആഡ് ചെയ്ത് നമ്മൾ എഴുതി. ഇവിടുത്തെ പ്രത്യേകത ഫസ്റ്റ് ടേം ഓഫ് ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ടേം ഓഫ് സെക്കൻഡ് ലൈൻ, തേർഡ് ടേം ഓഫ് തേർഡ് ലൈൻ, ഫോർത്ത് ടേം ഓഫ് ഫോർത്ത് ലൈൻ, അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണ്? 19th ടേം ഓഫ് 19th ലൈൻ. നമുക്ക് 20 ആണ് കണ്ടുപിടിക്കേണ്ടത്, പക്ഷെ നമ്മൾ 19 കണ്ടുപിടിക്കാനാണ് എളുപ്പം. അപ്പോൾ 19th ടേം ഓഫ് 19th ലൈൻ. അപ്പോൾ ആ ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ n വേണം. അപ്പോൾ 1 മുതൽ 19 വരെയുള്ള ആ ലൈനിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് അറിയണം. അപ്പോൾ അതെന്ത് ചെയ്തു? n ഇൻറ്റു n പ്ലസ് 1/2 വെച്ചിട്ട് ആഡ് ചെയ്തു. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 190 നമ്പേഴ്സ് ഉണ്ട്. സോ അപ്പോൾ 190th ടേം ആണ് ലാസ്റ്റ് നമ്പർ ഓഫ് 19th ലൈൻ. ഓക്കെ, അപ്പോൾ dn പ്ലസ് എഫ് മൈനസ് ഡി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി? 571 കിട്ടി. 571 എന്ന് പറയുന്നത് എന്താണ്? 19th ടേമിലെ 19th ടേം ഓഫ് 19th ലൈനാണ്. അത് കിട്ടി. ഇനി ഫസ്റ്റ് ടേം അപ്പോൾ 19th ലൈൻ കഴിഞ്ഞാൽ പിന്നെ 20th ലൈൻ അല്ലേ? അപ്പോൾ 20th ലൈനിലേക്ക് വരുമ്പോൾ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ പോലെ. യെസ്, അങ്ങനെയാണ് 574 കിട്ടിയത്. അപ്പോൾ ഇവിടെ 574 നിൽക്കുകയാണ്. 20ാമത്തെ വരിയുടെ എന്താണ്? ഫസ്റ്റ് ടേം അല്ലേ? ഇനി 20th ടേം ഓഫ് 20th ലൈൻ കണ്ടുപിടിച്ചുകൂടാ. അതന്നെയല്ലേ ലാസ്റ്റ് പറയുന്നത്. സോ 20th ടേം ഓഫ് 20th ലൈൻ. ഇപ്പോൾ 20th ടേം കണ്ടുപിടി dn പ്ലസ് എഫ് മൈനസ് ഡി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതിൻ്റെ മാത്രമേ കണ്ടുപിടിക്കുന്നുള്ളൂ, അങ്ങോട്ടേക്ക് പോണില്ല. സോ ഇതിൻ്റെ ഫസ്റ്റ് ടേം 574. ഇതാ എത്ര നമ്പേഴ്സ് ഉണ്ട് ഇവിടെ തൊട്ട് ഇതുവരെ? 20 നമ്പേഴ്സ്. കോമൺ ഡിഫറൻസ് കോമൺ ആണ്.
dn plus f minus 3. So d is 3 into n എന്ന് പറയുന്നത് 20 plus f എന്ന് പറയുന്നത് 574 ഫസ്റ്റ് ടേം മൈനസ് 3. അപ്പോൾ 3 2 6 60 പ്ലസ് മൈനസ് ചെയ്തപ്പോൾ 573. സോ ആൻസർ ഈസ് 631. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ഈ ടൈപ്പ് കണക്ക് മിക്കവാറും പബ്ലിക് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. നന്നായിട്ട് നോക്കുക, പഠിക്കുക. ഞാൻ കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു, അതാരും ചെയ്ത് അയച്ച് കാണുന്നില്ല. അത് അയക്കണം. അപ്പോൾ ഇന്നത്തോടുകൂടി നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ഫസ്റ്റ് ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഇനി പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. എക്സാം എല്ലാവരും അറ്റൻഡ് ചെയ്യണം. മിക്കവാറും അടുത്ത ആഴ്ച, എനിക്ക് തോന്നുന്നു ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ഒക്കെ ആയിട്ട് തന്നെ നമുക്ക് ഒരു എക്സാം കണ്ടക്ട് ചെയ്യാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അഡീഷണൽ ക്വസ്റ്റ്യൻസ് പ്രത്യേകം നോക്കണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല മിക്കവാറും വരിക. പബ്ലിക് എക്സാമിനൊക്കെ അങ്ങനെ തന്നെയാണ്. ടെക്സ്റ്റിൽ തന്നതുപോലെ ഒന്നും ചോദിക്കില്ല. ചിലപ്പോൾ ചോദിക്കാം. കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം.